ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 17 പ്രലംബവധം. ഒരിക്കൽ ബലരാമനും ശ്രീകൃഷ്ണനും ഗോപന്മാരും കൂടി പശുക്കളെ മേച്ചുകൊണ്ട് കാളിന്തി തീരത്തുള്ള ഭാണ്ഡീര വനത്തിലെത്തിയിട്ട് ഒരു കളിയിൽ ഏർപ്പെട്ടു. അവർ പരസ്പരം ഒരാൾ മറ്റൊരാളെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു കളിയായിരുന്നു അത്. കംസഭൃത്യനായ പ്രലംബൻ എന്ന അസുരൻ ഒരു ഗോപാലൻ്റെ വേഷത്തിൽ ഗോപന്മാരുടെ ഇടയിൽ കടന്നുകൂടി. കൃഷ്ണൻ മാത്രം അവനെ തിരിച്ചറിഞ്ഞു. കളിയിൽ ജയിച്ച ബലരാമനെ പ്രലംബൻ എടുത്തുകൊണ്ട് യമുനാ തീരത്തേക്ക് പോയി. അവൻ വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ ബലരാമൻ തൻ്റെ ദേഹത്തിൻ്റെ ഭാരം വർദ്ധിപ്പിച്ച് ഒരു പർവ്വതത്തിന് തുല്യമാക്കി. അതിപ്പോൾ അതിഭയങ്കരമായ രൂപിയായി തീർന്ന ആ അസുരനെ ബലരാമൻ മുഷ്ടി ചുരുട്ടി തലക്കിട്ട് ഇടിച്ചു. മസ്തകം പിളർന്ന അവൻ ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് നിലം പതിച്ചു. അവനിൽ നിന്ന് ഉയർന്ന ഒരു തേജസ് അത് ബലരാമനിൽ ലയിച്ചു. പ്രലംബൻ്റെ പൂർവചരിത്രം ഇനി പറയാം. വൈശ്രവണൻ ശിവപൂജയ്ക്കു വേണ്ടി പൂക്കൾ പറിക്കാൻ ചെടികൾ വളർത്തി. കാവലിനായി യക്ഷന്മാരെയും നിയോഗിച്ചു. എന്നാൽ പൂക്കൾ മോഷണം പോകുന്നതായി കണ്ട കുബേരൻ ആരാണോ പൂക്കൾ മോഷ്ടിക്കുന്നതെന്നാൽ അവൻ ഒരു അസുരനായി പോകട്ടെ എന്ന് ശപിച്ചു. ഹൂഹുവിൻ്റെ പുത്രനായ വിജയൻ എന്ന ഗന്ധർവൻ വിഷ്ണുകീർത്തനങ്ങൾ പാടിക്കൊണ്ട് ആ ഉദ്യാനത്തിൽ എത്തുകയും പുഷ്പങ്ങൾ പറിക്കുകയും ചെയ്തു. വൈശ്രവണ ശാപത്താൽ വിജയൻ ഉടനെ തന്നെ ഒരു അസുരനായി മാറി. അവൻ വൈശ്രവണനെ സമീപിച്ച് ശാപമോക്ഷത്തിനപേക്ഷിച്ചു. ദ്വാപരയുഗത്തിൽ ഭാണ്ഡീര വനത്തിൽ വെച്ച് ബലരാമനാൽ വധിക്കപ്പെടുമ്പോൾ മുക്തി ലഭിക്കുമെന്ന് കുബേരൻ ശാപമോക്ഷമരുളി. ഹൂഹുവിൻ്റെ പുത്രനായ വിജയനാണ് പ്രലംബനായി വന്ന് ബലരാമനാൽ വധിക്കപ്പെട്ടത്.